സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ സജീവമായി അഭിനയിച്ചിരുന്നെങ്കിലും നടി നിഷ സാരംഗ് ശ്രദ്ധിക്കപ്പെടുന്നത് ഉപ്പുമുളകും എന്ന പരമ്പരയിലൂടെയാണ്. നീലു എന്ന വീട്ടമ്മയായി ഗംഭീര പ്രകടനമാണ് നടി കാഴ്ചവെച്ചത്. കേരളത്തിലെ ഒരു സാധാരണ വീട്ടമ്മ എങ്ങനെയാണോ അത് നിഷ കാണിച്ചു. ഉപ്പുമുളകിലൂടെ ലഭിച്ച പ്രശസ്തിയിലൂടെ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും നിഷയ്ക്ക് സാധിച്ചിരുന്നു. ഇതിനൊപ്പം സിംഗിൾ മദറായി 2 പെൺമക്കളെ വളർത്തി വലുതാക്കി അവർക്ക് നല്ലൊരു ജീവിതവും താരം നേടിക്കൊടുത്തു. ഇതിനിടയിൽ ഉപ്പുമുളകിലുണ്ടായ ചില വിഷയങ്ങൾ കാരണം താരം ഇപ്പോൾ ഉപ്പുമുളകിൽ നിന്നും മാറി നിൽക്കുകയാണ്. എന്നാൽ ഇതിന് പിന്നാലെയായി ഇൻസ്റ്റാഗ്രാമിലൂടെ നടി പങ്കുവയ്ക്കുന്ന ചില സ്റ്റോറികൾ ആരാധകർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിമർശനാത്മകമായ ചില എഴുത്തുകളാണ് നിഷ പങ്കുവയ്ക്കുന്നത്. ചതിക്കുന്നവന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറയണം തോറ്റത് നീയാണെന്ന്. കാരണം ആത്മാർത്ഥമായ സ്നേഹത്തിന് അർഹതയില്ലാത്തവൻ എവിടെ പോയാലും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടും എന്നാണ് നടി പങ്കുവച്ച പുതിയ സ്റ്റോറിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഉപ്പുമുളകിലും നിഷയ്ക്കൊപ്പം അഭിനയിക്കുന്ന നടന്മാരായ ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെ പരാതിയുമായി ഒരു നടി രംഗത്ത് വന്നിരുന്നു. ഇരു നടന്മാരും ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതിയിൽ പറഞ്ഞത്. എന്നാൽ ഇത് ആരാണെന്ന കാര്യം വ്യക്തമാക്കാത്തതിനെ തുടർന്ന് നിഷയുടെ പേരും ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നടി ഇനിയും തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ ഉപ്പുമുളകിൽ നിന്നും നിഷ സാരംഗ് പിന്മാറിയെന്നും പുതിയ താരമാണ് ഇനി നീലുവിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നതെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുടിയൻ വീണ്ടും ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോഴും ഈ കാര്യത്തിൽ വ്യക്തതയില്ല. എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രീകണ്ഠൻ നായർ സാർ തന്നെ ഉറപ്പായും വീഡിയോയിലൂടെ പറയുമെന്നുള്ള കമൻറ്റുകളാണ് നിരവധി വരുന്നത്.